ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മലയാള വർഷഫലം കൊല്ലവർഷം 1202 ഫലമാണ്. അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഒരു വർഷത്തേനുള്ള ഫലമാണ്. അത് വളരെയധികം അഭിവൃദ്ധികളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ. രാശിയിൽ തന്നെ ഇപ്പോൾ സർവേശ്വരകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ആ വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുന്നു. അത് വക്രത്തിലൊക്കെ വരുമ്പോൾ ധനസ്ഥാനത്തേക്ക് മാറുന്നുമുണ്ട്. കൂടാതെ അധിക ശനിദോഷങ്ങളൊന്നും ബാധകമല്ല. മറ്റ് രാശ്യാധിപന്റെയും ശുക്രന്റെയും ബുധന്റെയും ചൊവ്വായുടെയും ഒക്കെ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെയുള്ള സ്ഥിതികൾ വരുമ്പോഴും ഈ വർഷം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും. അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതും സൂചിപ്പിക്കുന്നതാണ്. പ്രധാനമായിട്ട് ആരോഗ്യമാണ്. അത് കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കും ഒക്കെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അതായത് പല കാരണങ്ങളാൽ ശ്വാസ സംബന്ധമായിട്ടോ കഫ സംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ട് പ്രായമായവർക്കും, അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, കണ്ഠ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നവരെ അത് നിർത്തുവാൻ പാടില്ല. വളരെ ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ്. മറ്റൊരു കാര്യം ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുക. അത് സമൂഹത്തിലായാലും കുടുംബത്തായാലും മറ്റ് വിദ്യാഭ്യാസ രംഗങ്ങളിലുമൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും ഉയർന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസവും ഉപരിപഠനവും ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അതായത് വിദ്യാഭാവത്തിലേക്ക് അധിക പാപത്വം സൂചകമല്ല. അഷ്ടമം എന്ന് പറയുന്ന ഭാവം അത് അത്ര നല്ലതല്ലല്ലോ. ആ ഭാവം അവിടെ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും, അതുപോലെ തന്നെ പ്രധാനമായിട്ട് പല കാരണങ്ങളാലും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ തെറ്റിപ്പോവുകയൊക്കെ സൂചകം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സ് എത്ര നിയന്ത്രിച്ചാലും നിൽക്കാതെ വരും. അത് ചില മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാനും നഷ്ടങ്ങൾ സംഭവിക്കുവാനും സൂചനയുള്ളതിനാൽ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയും ക്ഷമയും വിട്ടുവീഴ്ചയും സഹപ്രവർത്തകരോടും കുടുംബത്തും അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്തും പഠന സ്ഥലത്തും ഒക്കെ അങ്ങേയറ്റം ആവശ്യമുള്ളതാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത വേണം. അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ യോഗമുണ്ട്. ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ പവർഫുൾ ആയിട്ട് ഗ്രഹമാണ്. അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും. എന്നാൽ സുഹൃത്തുക്കൾ മുഖാന്തരമോ സന്താനങ്ങൾ മുഖാന്തരമോ മാതാപിതാക്കൾ മുഖാന്തരമോ ഒക്കെ പല രീതിയിൽ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട്. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാം. അതിന് പരമാവധി ശ്രദ്ധയോടുകൂടി പിടിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരും. കൂടാതെ കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും വളരെ വളരെ വലിയ ദുഃഖങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാകും. സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കള്, സഹോദര സ്ഥാനീയര്, അവരിൽ നിന്നൊക്കെ ചില സഹായങ്ങളൊക്കെ ലഭിക്കും. പൊതുവെ ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും നല്ല മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ യോഗമുണ്ട്. ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും അങ്ങനെ നിരവധിയായ ലാഭങ്ങൾ ദമ്പതികളായിട്ടുള്ളവർക്ക് വന്നു ചേരും. ഈ ജോബറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. വിവാഹം നടക്കുവാൻ യോഗമുണ്ട്. അതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ സമയോചിതമായിട്ട് ചെയ്യേണ്ടതാണ്. തൊഴിൽ രംഗത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും, അതായത് കർക്കിടകം രാശിയുടെ തൊഴിൽ ഭാവം എന്ന് പറയുന്നത് മേടം രാശിയാണ്. മേടം രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ ഇഷ്ടഭാവങ്ങളിലൂടെയും ബന്ധുക്ഷേത്രങ്ങളിലൂടെയും സ്വക്ഷേത്രത്തിലൂടെയും
ഉച്ചക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് വരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അത് സ്വന്തം നാട്ടിലും സ്വന്തം നാട് വിട്ടും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും, കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും, ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ, മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരോ, അങ്ങനെ നിരവധിയാണ് ജോലികൾ. അത് ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, മിലിറ്ററിക്കാരുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുണ്ട്, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അഭിവൃദ്ധികൾ സൂചകമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇലക്ട്രിക്കൽ വർക്കുകൾ, സൈനിക അർദ്ധസൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ, പൊക്കത്തിൽ കയറുന്നവർ, അവരൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. അങ്ങേയറ്റത്തെ ക്ഷമയും വിട്ടുവീഴ്ചയും ശ്രദ്ധയോടും കൂടി വേണം ചെയ്യുവാനായിട്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വിജയങ്ങളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പേരും നക്ഷത്രവും കൂടി വേണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.